ആർക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് അക്ഷരമുറ്റം ക്വിസാണ്. അക്ഷരമുറ്റം UP സെക്ഷനിലെ ക്വിസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലം ഇന്ത്യയിലാണ്. ഇക്കഴിഞ്ഞ ജൂണിലാണ് ഉദ്ഘാടനം ചെയ്തത്. പാലത്തിൻ്റെ പേരെന്താണ്? പാലത്തിൻ്റെ പേര് ചെനാബ് പാലം. കാശ്മീരിലാണ് അതുള്ളത്. റെയിൽവേ പാലം ലോകത്തിലെ വെച്ച് ഏറ്റവും വലുത് ഇന്ത്യയിലാണുള്ളത്. അത് ചെനാബ് പാലമാണ്, കാശ്മീരിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ അടുക്കളയിലെ അവിഭാജ്യ ഘടകമാണ് കറിയുപ്പ്. കറിയുപ്പിലൂടെ ശരീരത്തിലെത്തുന്ന മൂലകം ഏതാണ്? സോഡിയമാണ് ഉത്തരം. നമ്മുടെ അടുക്കളയിലെ അവിഭാജ്യ ഘടകമാണ് കറിയുപ്പ്. കറിയുപ്പിലൂടെ ശരീരത്തിലെത്തുന്ന മൂലകം ഏതാണ്? സോഡിയം. മൂന്നാമത്തെ ചോദ്യം, പഹൽഗാം ആക്രമണത്തിന് പകരമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ആക്രമണത്തിന് പകരമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. 2028 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ലോസ് ഏഞ്ചൽസ്. 2028 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ലോസ് ഏഞ്ചൽസ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവം ഭക്ഷ്യധാന്യോൽപാദനത്തെ സംബന്ധിച്ചുള്ളതാണ്. നീല വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മത്സ്യോൽപാദനം. ഹരിത വിപ്ലവം ഭക്ഷ്യധാന്യോൽപാദനത്തെ സംബന്ധിച്ചുള്ളതാണ്. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോൽപാദനം. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ഐ നോ ഓൺലി വൺ കൾച്ചർ, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. ആരുടെ വാക്കുകളാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഐ നോ ഓൺലി വൺ കൾച്ചർ, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു സ്കൂൾ തകർന്നിരുന്നു. സ്കൂളിൻ്റെ പേര് GVHSS വെള്ളാർമല സ്കൂള്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു സ്കൂൾ തകർന്നിരുന്നു. സ്കൂളിൻ്റെ പേര് GVHSS വെള്ളാർമല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ? മൗസിൻഡ്രം. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ? മൗസിൻഡ്രം. അടുത്ത ചോദ്യം, സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗം നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം? ഉത്തരം അർബുദം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗം നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം, അർബുദം. അടുത്ത ചോദ്യം, മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം വാർത്തയിൽ വായിച്ചിരിക്കുമല്ലോ. ഏതു സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചത്? ഛത്തീസ്ഗഡ്. മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം വാർത്തയിൽ വായിച്ചിരിക്കുമല്ലോ. ഏത് സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചത്? ഛത്തീസ്ഗഡ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആദ്യത്തേത്, സസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകമാണ്. ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ ആണ്. ഹരിതകമുള്ള സൂക്ഷ്മജീവി യൂഗ്ലീനയാണ്. തെങ്ങിൻ്റെ ശാസ്ത്രനാമം കൊക്കോസ് ന്യൂസിഫറയാണ്. ഉത്തരം, തെറ്റായ ഉത്തരം, സസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകമാണ്. അതാണ് തെറ്റായത്. അടുത്ത ചോദ്യം, 500 രൂപ നോട്ടിൽ കാണുന്ന പ്രത്യേക പൈതൃക കേന്ദ്രം? ചെങ്കോട്ട, ഡൽഹി. 500 രൂപ നോട്ടിൽ കാണുന്ന പൈതൃക കേന്ദ്രം ചെങ്കോട്ട, ഡൽഹി. അടുത്ത ചോദ്യം, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്ന നീർ നാവരണ്ടഹോ. ഏതു കൃതിയിലെ വരികളാണിത്? ചണ്ടാല ഭിക്ഷുകി. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നത് ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ്. ഫോസിലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പാലിയന്റോളജി.
ഫോസിലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പാലിയന്റോളജി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. ചീരയിലയ്ക്ക് നല്ല ചുവപ്പാണ്. ഈ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. ചീരയിലയ്ക്ക് നല്ല ചുവപ്പാണ്. ഈ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകമായതാണ് ആന്തോസയാനിൻ. മഴവില്ലിന് 7 നിറങ്ങളുണ്ട്. മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? ചുവപ്പ്. മഴവില്ലിന് 7 നിറങ്ങളുണ്ട്. മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? ചുവപ്പ്. ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 6. ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 6. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ശ്വേത മേനോൻ. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ശ്വേത മേനോൻ. അടുത്ത ചോദ്യം, ഈ വർഷം ജൂലൈയിൽ നടന്ന ബഹിരാകാശ ദൗത്യം ഇന്ത്യക്ക് അഭിമാനമായത് ആ സംഘത്തിലെ ഇന്ത്യക്കാരൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശുഭാംശു ശുക്ല. ഈ വർഷം ജൂലൈയിൽ നടന്ന ബഹിരാകാശ ദൗത്യം ഇന്ത്യക്ക് അഭിമാനമേറിയത് ആ സംഘത്തിലെ ഇന്ത്യക്കാരൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശുഭാംശു ശുക്ല. ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സംവിധാനമാണല്ലോ വൈഫൈ. വൈഫൈയുടെ പൂർണ്ണരൂപമെന്ത്? വയർലെസ് ഫിഡിലിറ്റി. ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സംവിധാനമാണല്ലോ വൈഫൈ. വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി. ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ആര്? അശ്വിനി വൈഷ്ണവ്. ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മണ്ണില്ലാതെയും കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. മണ്ണ് ഉപയോഗിക്കാത്ത കൃഷിരീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെയും കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. മണ്ണ് ഉപയോഗിക്കാത്ത കൃഷിരീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈഡ്രോപോണിക്സ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെ. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെ. താങ്ക് യു.